മക്കളെ ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെ അറിയോ? ഇതൊരു ഫ്രൂട്ടാണ് സംഭവം. ഇത് എനിക്കെൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ് കേട്ടോ. അച്ഛനമ്പലത്തുള്ള നമ്മൾ അച്ഛനമ്പലത്ത് ബിരിയാണി സ്റ്റോർ എടുത്തണ MM ഗഫൂർ തന്നതാണ്. ഇതിൻ്റെ പേരെന്താ മിറാക്കിൾ അങ്ങനത്തോ ആണ്, എനിക്കറിയില്ല കേട്ടോ കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഈ സാധനം ഞാൻ തിന്നിട്ട് അതിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതിൻ്റെ മുന്നേ തിന്നോലും അതിൻ്റെ അനുഭവം അറിഞ്ഞോലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അഥവാ നിങ്ങളെ നാട്ടിൽ ഇതിന് എന്ത് പേരാ പറയില്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരെണ്ണം ഞാനും എടുത്താണ് തിന്ന് നോക്കാം. ഇല്ല തിന്ന് കഴിഞ്ഞോ ഒന്ന്? ആ ഇതാ എന്തോടാ ഇറക്കരുത് കേട്ടോ. ഇറക്കാതെ നാകുമ്പലൊക്കെ ആക്കി അതിൻ്റെ അത് നീര് അവിടെ തൊള്ളയില്ലേ? ഇറക്കരുത് കേട്ടോ. ഇറക്കാതെ ഇങ്ങനെ നാകുമ്പല ലോർത്ത് ആക്കട്ടോ. അപ്പൊ ഈ സാധനം തൊള്ളയിലിട്ടിട്ട് അതിന്റെ നീര് നമ്മളെ നാവുമലും വായിലും മൊത്തം ആക്കുക. എന്നിട്ടാണ് അതിന്റെ ടിസ്റ്റ് വരാൻ പോകുന്നത്. ഞാനും ഇല്ലോ തിന്നില്ലല്ലോ. ഞാൻ അതിന്റെ ടിസ്റ്റ് വരാൻ പോണ കേട്ടോ. ഏറ്റവും പുളിയുള്ള 2 സാധനം ഞങ്ങളെടുത്ത്, ഒന്ന് ചെറുനാരങ്ങി, ഒന്ന് നെല്ലിക്ക്. നെല്ലിക്ക കേൾക്കണം കേട്ടോ, അതിന്റെ കോല നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഇത് ഞങ്ങൾ തിന്നുമ്പോഴാണ് ഇതിന്റെ ഇത് അറിയാൻ പോണത്. ആ ചെറുനാരങ്ങ തിന്ന എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? എന്നാ പറയും മധുരം ഉണ്ടെങ്കിൽ. നാവുമല തേച്ചാന്നല്ലോ. മധുരണ്ടോ? എന്നാ ഒന്നുകൂടെ തിന്ന്. ഇങ്ങനെയുണ്ട്, ഞാൻ കാട്ടിത്തരാം. നാവ് വെട്ടി, എൻ്റെ നാവ് വെട്ട്. അല്ല നാവ് വെട്ടിയ മധുരണ്ടോ? ഒന്ന് പഠിച്ച് നാവ് വെട്ട്. നീരതാ നാവ് മൊത്തം നീരതാ. നാവുമല വയ്ക്ക. മധുരണ്ടോ? ഞാൻ ഒന്നുകൂടെ നാവ് വെട്ട്. നല്ല മധുരല്ലേ? പുളിയുണ്ടോ? ഇല്ലല്ലോ. നല്ല പുളിയുള്ള ചെറുനാരങ്ങയാണ് ഇത്. പക്ഷെ എന്തൊരു മധുരം എന്നറിയോ? അത് ഈ സാധനം തിന്നതിന്റെ ശേഷം പുളിയുള്ള ചെറുനാരങ്ങ, അതുപോലെ നെല്ലിക്ക, മാങ്ങ, അതൊക്കെ തിന്നാല് ഭയങ്കര മധുരേക്കാരാണ്. എന്തേ ചെറുനാരങ്ങ ഇങ്ങനെ തിന്നണ്? മധുരണ്ടോ? ഞാൻ ഒരു ദിവസം നെല്ലിക്കൊന്ന് വയ്ക്കാം. മധുരണ്ടോ? ഇതടക്ക് ഇനി നെല്ലിക്കൊന്ന് വയ്ക്കാം. ചെറിയ കഷ്ണം കടി. മധുരണ്ടോ? തിന്നൂട്. മറ്റത് പുളിയെല്ലാം ഉണ്ടായാല് അല്ലേ? ഇതെന്താ മധുരം ഉണ്ടോ എനിക്ക്? ഇങ്ങോട്ട് വയ്ക്കാം. മധുരം ഉണ്ടോ? പുളിയില്ലല്ലോ. പുളിയുണ്ടോ? നല്ല കയ്പുള്ള നെല്ലിക്ക. എന്നിട്ട് ഇരുന്ന് തിന്നണ്ടില്ലേ? എങ്ങനെയുണ്ട്? സാറല്ലേ? ഇതാണ് ഈ സാധനത്തിന്റെ പ്രത്യേകത. അതായത് ഈ സാധനത്തിന്റെ ഇതിന്റെ പേര് മിറാക്കിൾ എന്നാണ് പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയില്ലെന്ന് ഒന്ന് കമന്റ് ചെയ്യാം. എന്ത് പുളിയുള്ള ഈ സാധനം തിന്ന് അതിന് ശേഷം എന്ത് പുളിയുള്ളത് തിന്നാലും ഭയങ്കര മധുരേക്കാണ്. അതെന്തല്ലോ അതിനുണ്ടോ? അടിച്ചു ചോദിക്കാം. അടി അതിനുണ്ടോ? അപ്പോൾ ഇത് പരീക്ഷണം നടത്തിയവര് ഒന്ന് അതിൻ്റെ റിസൾട്ട് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ പരീക്ഷണം നടത്തുന്നത്. നെല്ലിക്ക തിന്നിട്ട് പുളിയില്ലല്ലോ. മധുരമായതുകൊണ്ട് അങ്ങനെ തിന്നാലേ കടിച്ചു തിന്നാ. മറ്റത് ഒരു നെല്ലിക്കാണ് കൊടുത്താൽ കുട്ടികൾ തിന്നൂല.
ഇപ്പം കുട്ടികൾ ഇതാ ഈ സാധനം തിന്നതിന് ശേഷം കൊടുക്കുമ്പോൾ ഫുള്ള് തിന്നുന്നുണ്ട്. ലുട്ടാപ്പിയേ എങ്ങനെയുണ്ട്? അതിനുണ്ടോ? പുളിയുണ്ടോ? അതിനും തലയാട്ട് തന്നെ പുളിയുണ്ട് പറഞ്ഞതിനും. എങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ. See you.